السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനമുള്ള സഹോദരന്മാരെ, തൗഹീദ് എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാൾ ഗൗരവമേറിയ അതിനോളം സമാനമായ മറ്റു ഒരു വിഷയവും ലോകത്തില്ല. ഇക്കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ തൗഹീദ് എന്നാൽ എന്താണെന്ന് വളരെ കൃത്യവും വ്യക്തവുമായി നാം മനസ്സിലാക്കിയിരിക്കണം. ഒരു അവ്യക്തതയും ആ വിഷയത്തിൽ ഉണ്ടായിക്കൂടാ. എന്നാൽ തൗഹീദിനോടുള്ള മുസ്ലിമീങ്ങളുടെ പ്രതിബദ്ധതയും തൗഹീദിന് മുസ്ലിമീങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനവും മുതലെടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയും കൊണ്ട് വാചാലമായി തൗഹീദിനെ സംബന്ധിച്ച് സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളെ നാം കാണാറുണ്ട്. വാസ്തവത്തിൽ അവരുടെ ഒക്കെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്തൊക്കെയോ അവ്യക്തത അവർക്ക് തന്നെ ഉള്ളതായി നമുക്ക് ബോധ്യപ്പെടും. അത് നാം അങ്ങനെ ഊഹിക്കേണ്ട ഒരാവശ്യവും ഇല്ല. വളരെ വ്യക്തമായി തെരുവിൽ കാണുന്ന കാഴ്ച അതാണല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി ശിർക്ക് ആരോപണങ്ങൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്ക് ആരോപണങ്ങൾ നടത്തിയും കൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചയാണ് നാം വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? തൗഹീദിനെ സംബന്ധിച്ച് വാചാലമായി സംസാരിച്ചത് കൊണ്ടായില്ല. വ്യക്തവും കൃത്യവുമായി മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെതായ വഴിയെ അത് പഠിച്ചില്ല. അതുകൊണ്ട് അവ്യക്തതകൾ നിലനിന്നു. കാര്യങ്ങൾ പലപ്പോഴായി പലതും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പഴയ തൗഹീദുകളെ തിരുത്തേണ്ടുന്ന ഗതികേടുണ്ടായി. 2012 ലേറ്റസ്റ്റ് തൗഹീദ് എന്നൊക്കെ പറയുന്നതാണ് നാം ഈ അടുത്തായി കേട്ടത്. ഏതാണാവോ അങ്ങനെ ഒരു തൗഹീദ്? ഏതെങ്കിലും ആവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് തൗഹീദിന്റെ വചനമാണ്. ആരാധ്യൻ ഇലാഹ് ആയിരിക്കാൻ അല്ലാഹുവിനും അല്ലാതെ മറ്റാർക്കും അർഹതയില്ല എന്നാണ് ആ പറയുന്നത്. ഇതിൽ രണ്ട് കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഒന്ന്, ആരാധ്യനായിരിക്കാൻ അള്ളാഹുവിന് അർഹത ഉണ്ട്. ഇലാഹ് ആയിരിക്കാൻ അള്ളാഹുവിന് അർഹത ഉണ്ട്. ആ അർഹത അള്ളാഹുവിന് മാത്രമാണ് ഉള്ളത്, മറ്റാർക്കും ഇല്ല. ഇത് രണ്ടാമത്തെ കാര്യം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിൽ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് അള്ളാഹുവിന് അർഹത ഉണ്ട് എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റാർക്കും അങ്ങനെ ഒരു അർഹത ഇല്ല എന്നും പറഞ്ഞു? ഇത് മനസ്സിലാക്കുന്നിടത്താണ് പലർക്കും പറ്റിയ അബദ്ധം. ഇവിടെ ആദ്യമായി നാം ഇത് ബോധ്യപ്പെടാൻ, എന്താണ് ഈ ഉലൂഹിയത്ത്, ഇലാഹ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാഹ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റ് എല്ലാ വസ്തുക്കളും ഒന്നൊഴിയാതെ സർവ്വ വസ്തുക്കളും അവയുടെ ഖുളൂഉ തദല്ലുൽ അഥവാ വിനയവും വണക്കവും, ആ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ഉദാഹരണമായി അവയുടെ വന്ദന, തഅളീം, ത്വാഅത്ത്, അനുസരണ, മഹബ്ബത്ത്, സ്നേഹം, ഇതൊക്കെ നൽകാൻ അള്ളാഹുവിന് അർഹത ഉണ്ട്. എല്ലാ വസ്തുക്കളും അവയുടെ ഖുളൂഉ തദല്ലുൽ, വിനയവും വണക്കവും, ആ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നൽകാൻ അള്ളാഹുവിന് അർഹത ഉണ്ട്. ഈ അള്ളാഹുവിന് അർഹത ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അതിനുള്ള അർഹത സ്വന്തമായി തന്നെ ഉണ്ട് എന്നാണ്. അഥവാ മറ്റാരും അള്ളാഹുവിന് അനുവദിച്ചു കൊടുത്തതല്ല, അതുകൊണ്ടുണ്ടായതല്ല. അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും വേണ്ടി അള്ളാഹുവിന് നൽകുന്നതുമല്ല, അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്, അള്ളാഹു തന്നെയാണ് അതിന്റെ ലക്ഷ്യം. അതുപോലെ അള്ളാഹു ആരെങ്കിലും അത് അനുവദിച്ചു കൊടുത്തതോ അതുമല്ല, അള്ളാഹുവിന് സ്വന്തമായി തന്നെ അതിനുള്ള അർഹത ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ അർഹത ഉണ്ട് എന്ന് പറയുന്നതിനാണ് അള്ളാഹു ഇലാഹായിരിക്കുക, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന് അങ്ങനെ അർഹത ഉണ്ട് എന്ന് പറഞ്ഞത്? അതിന്റെ കാരണം, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ആരാണോ സൃഷ്ടിച്ചവൻ അവനാണ് അവൻ സൃഷ്ടിച്ചതിന്റെ ഉടമസ്ഥൻ, അല്ലേ?
ആരാണോ സൃഷ്ടിച്ചവൻ അവൻ സൃഷ്ടിച്ചതിന്റെ ഉടമസ്ഥൻ. എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചു എങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ഉടമസ്ഥതക്ക് കീഴിലാണ്, അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിലാണ്. അവന്റെ അധികാരത്തിന് കീഴിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥതയും അതിന്റെ കൈകാര്യവും സർവമായി അള്ളാഹുവിന്റെ സർവാധിപത്യത്തിന് കീഴിലാണ് എന്നാണ് പറയുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശമാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിന്റെ റുബൂബിയത്താണത്. എല്ലാ വസ്തുക്കളുടെയും റബ്ബാണ് അള്ളാഹു എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനും അതിന്റെ ഉടമസ്ഥനും അതിന്റെ കൈകാര്യവും പരമാധികാരവും അള്ളാഹുവിനാണ്. ഇതാണ് അള്ളാഹു റബ്ബായിരിക്കുക, റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആനിൽ അക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി സൂറത്തുൽ അറാഫിൽ അള്ളാഹു തആല പറഞ്ഞു, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് യുഗ്ശിൽ ലൈല അൻ-നഹാറ യത്ലുബുഹു ഹസീസൻ വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖ്ഖറാത്തിൻ ബിഅംരിഹി അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവാണ് നിശ്ചയം നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റബ്ബാണെന്ന് പറഞ്ഞ ആ റുബൂബിയത്തിനെ സ്ഥിരീകരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ പറയുകയാണ്. ആകാശഭൂമികളെയും ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാ രാപ്പകലുകളെയും എല്ലാം സൃഷ്ടിക്കുകയും എന്നിട്ട് അതിനൊക്കെ അർശിനെയും ഒക്കെ സൃഷ്ടിക്കുകയും അതിനൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പിന്നെ പറയുന്നത്, അലാ ലഹുൽ ഖൽഖു വൽ അംറു, അറിയണം അവനാണ് സൃഷ്ടാവ്, അവനാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്. എങ്കിൽ അവനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, എല്ലാ വസ്തുക്കളുടെയും ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും അതിന്റെ എല്ലാം റബ്ബായ അള്ളാഹു സ്വയം ബർക്കത്തുള്ളവനായിരിക്കുന്നു. അപ്പോ ഇതാണ് അല്ലാഹു തആല റബ്ബായിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും എല്ലാ വസ്തുക്കളെയും ഉടമപ്പെടുത്തുകയും അധീനപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. അപ്പോൾ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായി. ഈ എല്ലാ വസ്തുക്കളും എന്ന് പറയുമ്പോൾ, എല്ലാം എന്ന് പറയുമ്പോൾ ഒന്നുപോലും അതിൽ നിന്ന് ഒഴിവല്ല. എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഒന്നുപോലും അതിൽ നിന്ന് ഒഴിവല്ല. അപ്പോ അതിന്റെ അർത്ഥം എന്തായി? അള്ളാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടാവ് ഇവിടെ ഇല്ല എന്നായി അതിന്റെ അർത്ഥം. എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു വസ്തു പോലും അള്ളാഹു അല്ലാത്തവരിവിടെ സൃഷ്ടിക്കുകയുമില്ല. ഏതെങ്കിലും ഒരു വസ്തു അള്ളാഹു അല്ലാത്തത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ ഒന്നൊഴിയാതെ എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണെന്ന് വന്നു. അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്ന് വന്നു. മാത്രമാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവെങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ മാത്രം ഉടമസ്ഥതയ്ക്ക് കീഴിലുമാണ്. എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് എങ്കിൽ അള്ളാഹു മാത്രമാണ് എല്ലാത്തിന്റെയും പൂർണ്ണമായ ഉടമസ്ഥൻ. അവനല്ലാതെ മറ്റു ഒരു സൃഷ്ടാവില്ല, അവനല്ലാതെ മറ്റു ഒരു ഉടമസ്ഥനും കൈകാര്യമുള്ളവനും അധികാരമുള്ളവനും ഇല്ല. ഇതാണ് വഹ്ദാനിയത്ത്, റുബൂബിയത്തിന്റെ വഹ്ദാനിയത്ത്. റബ്ബായിരിക്കുക എന്നതിൽ അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ, അള്ളാഹു ഏകനായിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ മാത്രമാണ് സൃഷ്ടാവ്, അവൻ മാത്രമാണ് ഉടമസ്ഥൻ. ഇതാണ് അള്ളാഹു തആലയുടെ റുബൂബിയത്തിലെ വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ. ഇത് നാം അംഗീകരിക്കുക. അള്ളാഹു മാത്രമേ സൃഷ്ടാവ് ഉള്ളൂ, അതുകൊണ്ട് എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ അധികാരത്തിനും ഉടമസ്ഥതക്കും കീഴിൽ മാത്രമാണ് എന്ന് നാം അംഗീകരിക്കുക. ഇതാണ് തൗഹീദുർ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ. നാം അത് അംഗീകരിക്കുക. തൗഹീദുർ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ നമുക്ക് വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് എങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ മാത്രം ഉടമസ്ഥതക്കും അധികാരത്തിനും പൂർണ്ണാധികാരത്തിനും ആധിപത്യത്തിനും കൈകാര്യത്തിനും കീഴിൽ മാത്രമാണ്. ഇതാണ് വഹ്ദാനിയത്ത്. അത് നാം അംഗീകരിക്കലാണ് തൗഹീദുർ റുബൂബിയത്ത്. ഇവിടെ നാം വളരെ കൃത്യമായി നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നു. അള്ളാഹുവും അള്ളാഹു അല്ലാത്ത മറ്റു സർവ്വ വസ്തുക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? സൃഷ്ടാവ് സൃഷ്ടി എന്ന ബന്ധമാണ്. അള്ളാഹുവാണ് അതിന്റെ ഒക്കെ സൃഷ്ടാവ്, ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്.
അള്ളാഹു ആണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് എന്നതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹു തആലയാണ്. എല്ലാം അള്ളാഹുവിന്റെ അടിമകളുമാണ്. സൃഷ്ടാവ്, സൃഷ്ടി, ഉടമ, അടിമ എന്നതാണ് അള്ളാഹുവും അള്ളാഹു അല്ലാത്തവരും തമ്മിലുള്ള ബന്ധം. അള്ളാഹു മാത്രമാണ് എല്ലാത്തിൻ്റെയും പൂർണ്ണമായ ഉടമസ്ഥൻ. എങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ പൂർണ്ണമായ അടിമത്വത്തിനും അധികാരത്തിനും ഉടമസ്ഥതക്കും കീഴിലാണ്. എങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായ ഒരു കാര്യം ബോധ്യപ്പെടുന്നു. എന്താണെന്ന് വെച്ചാൽ, എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ പൂർണ്ണമായ അടിമകളാണെങ്കിൽ അടിമ ഉടമക്ക് അടിമപ്പെടാൻ ബാധ്യസ്ഥനാണ്. അല്ലെ? ഉടമയാണ് അള്ളാഹു എല്ലാത്തിൻ്റെയും, എങ്കിൽ എല്ലാം അള്ളാഹുവിന്റെ അടിമയാണ്. അപ്പൊ അടിമ ഉടമക്ക് അടിമപ്പെടണം. ഇതാണ് ഇബാദത്ത്. അള്ളാഹു മാത്രമാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥനെങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്. എങ്കിൽ എല്ലാ വസ്തുക്കളും അടിമപ്പെടാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമാണ്. ഇതാണ് അല്ലാഹു തആലയുടെ ഉലൂഹിയത്തിലെ വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ. വഹ്ദാനിയത്തുൽ ഉലൂഹിയത്ത്, ഇലാഹ് ആയിരിക്കുക എന്നതിൽ അള്ളാഹു ഏകനാണ്. അഥവാ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ഉടമസ്ഥതക്ക് കീഴിലാണെങ്കിൽ അള്ളാഹു മാത്രമാണ് ഉടമ, അള്ളാഹു അല്ലാത്തതൊക്കെ അള്ളാഹുവിന്റെ മാത്രം അടിമകളാണ്. എങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് മാത്രം അടിമപ്പെടാൻ ബാധ്യസ്ഥരാണ്. എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് മാത്രം അടിമപ്പെടാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഇത് ആണ് അല്ലാഹു തആലയുടെ വഹ്ദാനിയത്തിൽ ഉള്ള ഉലൂഹിയത്തിലെ വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ. ഇത് നാം അംഗീകരിക്കുക. എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് മാത്രം അടിമപ്പെടാൻ ബാധ്യസ്ഥരാണ്. എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് അടിമപ്പെടാനുള്ള അർഹത അള്ളാഹുവിന് മാത്രം ഉള്ളതാണ് എന്ന് നാം അംഗീകരിക്കുക. ഇതാണ് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ. ഇക്കാര്യം വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ തന്നെ പലയിടങ്ങളിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിടത്ത് കാണാം, വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. അല്ലാഹുവാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് അടിമപ്പെടണം. കണ്ടില്ലേ? റബ്ബാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കണം? അടിമപ്പെടണം. കാരണം എന്താ? റബ്ബെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും എല്ലാ വസ്തുക്കളുടെയും നിയന്താവും ഉടമസ്ഥനും. എങ്കിൽ എന്തായിരിക്കണം? എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് മാത്രം അടിമപ്പെടണം. റബ്ബാണ്, ഫഅബ്ദൂഹു, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് എന്തായിരിക്കണം? അടിമപ്പെടണം. ഇബാദത്ത് എടുക്കണം, അടിമപ്പെടണം. അതിലെ ഇതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാൻ കഴിയും. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല പറയാണ്, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. ഞാനാണ് നിങ്ങളുടെ റബ്ബ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അടിമപ്പെടണം, എനിക്ക് ഇബാദത്ത് എടുക്കണം. അപ്പോ ഉടമ അടിമ എന്ന ബന്ധത്തിൽ നിന്നുകൊണ്ട് അടിമകൾ ഉടമക്ക് അടിമപ്പെടാൻ ഇബാദത്ത് എടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ റബ്ബായിരിക്കുക എന്നത് നിന്നാണ് ഏത് വരുന്നത്? അല്ലാഹു തആല ഇലാഹായിരിക്കുക എന്നത് വരുന്നത്. അപ്പൊ അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കാനുള്ള ബാധ്യത ഉണ്ടായത്, അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള അർഹത ഉണ്ട്. എന്തുകൊണ്ട്? അല്ലാഹു തആലയാണ്, അവൻ മാത്രമാണ് ഉടമ എന്നതാണ് അതിന്റെ കാരണം. അവൻ മാത്രമാണ് റബ്ബ് എന്നതാണ് അതിന്റെ കാരണം. ചുരുക്കത്തിൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടിലെയും വഹ്ദാനിയത്ത് എന്താണ്? അത് രണ്ടിന്റെയും തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വ്യക്തമായി നമുക്ക് നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൂടി ചുരുക്കത്തിൽ ആവർത്തിച്ചാൽ, എല്ലാ വസ്തുക്കളും അവയുടെ ഖുളൂഅ്, തദല്ലുല്, വിനയവും വണക്കവും നൽകാൻ അള്ളാഹുവിന് സ്വന്തമായി അർഹതയുണ്ട്. ഇതാണ് അല്ലാഹു തആല ഇലാഹായിരിക്കുക, ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ. ഈ സ്വന്തമായ അർഹത എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്, അതുകൊണ്ട് എല്ലാത്തിന്റെയും ഉടമസ്ഥനും അവനാണ്. എങ്കിൽ എല്ലാ വസ്തുക്കളും എല്ലാത്തിന്റെയും സൃഷ്ടാവും ഉടമസ്ഥനും അവനാണെന്ന് പറഞ്ഞാൽ അതാണ് അല്ലാഹു തആല റബ്ബായിരിക്കുക എന്ന് പറഞ്ഞാൽ. അവൻ മാത്രമാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്, അതുകൊണ്ട് അവൻ മാത്രമാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. ഇതാണ് അല്ലാഹു തആലയുടെ റുബൂബിയത്തിലെ വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ. ആ കാര്യം നാം അംഗീകരിക്കുന്നു. ഇതാണ് അല്ലാഹു തആലയുടെ
റുബൂബിയ്യത്തിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ആ സൃഷ്ടികളും എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ അടിമകളും ഉടമസ്ഥതയ്ക്ക് കീഴിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് മാത്രം അടിമപ്പെടാൻ ബാധ്യസ്ഥരാണെന്നും എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് അടിമപ്പെടാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമുള്ളതാണെന്നും അംഗീകരിക്കുക ഉള്ളതാണ് എന്നതാണ് അള്ളാഹു താലായുടെ വഹ്ദാനിയത്ത്, ഉലൂഹിയത്തിലെ വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ. അത് നാം അംഗീകരിക്കുക, അതാണ് ഉലൂഹിയത്തിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് ശ്രദ്ധയോടെ കേൾക്കണം, കൃത്യമാക്കുക തന്നെ വേണം. പിന്നെ ഈ പറഞ്ഞതിൽ നിന്ന് പ്രധാനമായ 1-2 വിഷയങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നു. ഒന്നാമത്തത്, നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടാവ് അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നാം പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ, റുബൂബിയ്യത്ത്, ഉലൂഹിയത്ത് ഇവ രണ്ടും തമ്മിലുള്ള ബന്ധം, ഇത് രണ്ടും തമ്മിൽ വേർപിരിയുന്നതല്ല. അള്ളാഹു താലാക്ക് ഉലൂഹിയത്ത് ഉണ്ട്, അത് അവന് മാത്രം ഉള്ളതാണ്. ഇതെന്തുകൊണ്ട്? അള്ളാഹു താല മാത്രമാണ് റബ്ബ്, അള്ളാഹു താലാക്ക് റുബൂബിയത്തുണ്ട്, ആ റുബൂബിയത്ത് അവന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു താല മാത്രമാണ് ഏത് ഇലാഹ്, അള്ളാഹു താലാക്ക് ഉലൂഹിയത്തുണ്ട്. അപ്പൊ ഉലൂഹിയത്തും റുബൂബിയത്തും തമ്മിൽ വേർപിരിയുന്നതല്ല. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. അതുകൊണ്ട് എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ഉടമസ്ഥതയ്ക്ക് കീഴിലാണ്. എല്ലാ വസ്തുക്കളും എന്ന് പറഞ്ഞാൽ ഒന്നൊഴിയുന്നില്ല, അതിൽ നിന്ന് ഒരു വസ്തു പോലും, ഇതൊരു അണു പോലും അതിൽ നിന്ന് ഒഴിയുന്നില്ല. എങ്കിൽ ഇവിടെ അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടാവ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. എങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഉടമസ്ഥനും ഇവിടെയില്ല. അപ്പൊ അള്ളാഹു താല മാത്രമായി ഏകനായ സൃഷ്ടാവും അവൻ മാത്രമായി ഏകനായ മാലിക്കും ഉടമസ്ഥനും പരമാധികാരമുള്ളവനും അള്ളാഹു മാത്രമായി. എങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് മാത്രം അടിമപ്പെടാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമുള്ളതാണ്, മറ്റാർക്കും അതില്ലല്ലോ. അപ്പോ റബ്ബായിരിക്കുക എന്നതിൽ നിന്നാണ് ഏതുണ്ടാവുന്നത്? അള്ളാഹു താല ഇലാഹായിരിക്കുക എന്നത്, റബ്ബായിരിക്കുക എന്നതിൽ നിന്നാണ് ഉലൂഹിയത്ത്. രണ്ടും തമ്മിൽ വേർപിരിയുന്നതല്ല. ഇത് രണ്ടും രണ്ടാക്കുകയും റുബൂബിയത്തിനെയും ഉലൂഹിയത്തിനെയും രണ്ടാക്കുകയും രണ്ടിൽ നിന്നും ചിലത് റുബൂബിയത്തിനെ മക്ക മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിരുന്നു എന്നും ഉലൂഹിയത്ത് മാത്രമേ അവർ അംഗീകരിക്കാതിരുന്നിട്ടുള്ളൂ എന്നും വരുത്തി തീർക്കാൻ ചില ആളുകൾ നടത്താറുള്ള ശ്രമം, അത് വസ്തുത കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടും പഠിക്കാത്തതുകൊണ്ടുമാണ്. അതിനു വേണ്ടി പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാതെ അവർ ഉപയോഗപ്പെടുത്താറുണ്ട്. അത് യഥാർത്ഥവുമായി യോജിക്കുന്നതല്ല, അതൊരിക്കലും വസ്തുതയുമായി ബന്ധവും ഇല്ല. കാരണം അള്ളാഹു അല്ലാത്ത മറ്റ് ഏതെങ്കിലും ഒരു വസ്തുവെ ഇലാഹാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ആരാധ്യനാണ്, ആരാധനക്ക് ഇവൻ അടിമപ്പെടാൻ അതിന് അർഹതയുണ്ട് എന്നാണ് ആ പറയുന്നത്. ഒരു വസ്തുവെ, അത് കല്ലാവട്ടെ അല്ലാത്തതാവട്ടെ, ഒരു വസ്തുവെ ഇലാഹാണെന്ന് ഒരാൾ പറഞ്ഞാൽ എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താ? അയാൾ എന്താ പറയുന്നത്? ഇവൻ അടിമപ്പെടാൻ അതിന് അർഹതയുണ്ട് എന്ന് വെച്ചാൽ എന്താ? എന്തോ ഒരു ഉടമസ്ഥത അവന്, ആ വസ്തുവിന് ഇവൻ വകവെച്ചു കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഉടമസ്ഥത അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ ആ വിഷയത്തിൽ ആ ഉടമയുടെ അടിമയാണ് അവനെ ഇലാഹാക്കിയവൻ. ഒരു വസ്തുവിന് ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ഉടമസ്ഥത വകവെച്ചു കൊടുത്താൽ ആ വിഷയത്തിൽ അവനാണ് ഉടമ എന്നാണല്ലോ അപ്പൊ പറയുന്നത്. എങ്കിൽ ആ വിഷയത്തിൽ അവന്റെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ അടിമയാണ് ആര്? ഈ ഉടമസ്ഥത വകവെച്ചു കൊടുത്തവൻ. അതാണ് ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ. ഇവൻ അടിമപ്പെടാൻ, ആ വസ്തുവിന് അടിമപ്പെടാൻ ബാധ്യസ്ഥനാണ്. അതിനുള്ള അർഹത അവിടെ ഉണ്ട്, കാരണം അതിനൊരു ഉടമസ്ഥത ഉണ്ട് എന്നാണ് പറയണത്. അപ്പൊ റുബൂബിയത്തിന്റെ അംശങ്ങളിൽ, റുബൂബിയത്തിന്റെ ഹുസൂസിയാത്തുകളിൽ പെട്ട എന്തെങ്കിലും ഒന്ന് വകവെച്ച് കൊടുക്കലാണ് അതിനെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പൊ ഇലാഹാക്കിയാൽ അവിടെ യഥാർത്ഥത്തിൽ ഏത് വന്നു? റബ്ബാക്കൽ വന്നു. ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ഉടമസ്ഥത ആരോപിച്ചാൽ മതി, അനുവദിച്ചു കൊടുത്താൽ മതി. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞിട്ടുണ്ട്, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്കു വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ. ഇവിടെ അള്ളാഹു താല പറയുന്നത്, അള്ളാഹു താലയുടെ റുബൂബിയത്തിനെ സ്ഥിരീകരിക്കുന്ന അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 2-3 ആയത്തുകളിലായിട്ട് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു താല പറയാണ്, ദാലികുമുല്ലാഹു റബ്ബുക്കും, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹു അവനാണ് നിങ്ങളുടെ റബ്ബ്, അവൻ മാത്രമാണ് നിങ്ങളുടെ റബ്ബ്.
ലഹുൽ മുൽക്കു, വെറുതെ പറഞ്ഞതല്ലല്ലോ അത്. ലഹുൽ മുൽക്കു, അവന് മാത്രമുള്ളതാണ് പരമമായ അധികാരം. അത് അംഗീകരിച്ചോളണം. ഒരു അംശം പോലും, ഒരു ഉടമസ്ഥത പോലും അള്ളാഹു അല്ലാത്തവർക്കില്ല, സ്വന്തമായില്ല. അള്ളാഹു അനുവദിച്ചിട്ടല്ലാതെ ഒരു വസ്തുവിന്റെ പോലും, ഒരണുവിന്റെ പോലും ഉടമസ്ഥത അള്ളാഹു അല്ലാത്തവർക്കില്ല. ഇത് അംഗീകരിച്ചു കൊള്ളണം. ലഹുൽ മുൽക്കു. എന്നിട്ട് പറയാം, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുന്നോ, നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നവരുന്നോ, എന്തായാലും ആ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ഇലാഹുകളാക്കിയ ഈ വസ്തുക്കൾ മാ യംലികൂന മിൻ ഖത്മീർ, ഈത്തപ്പഴ കുരുവിന്റെ പുറമേ കാണുന്ന ഒരു പാട, അതുപോലും അവർക്ക് ഉടമസ്ഥതയില്ല എന്ന് അംഗീകരിച്ചോളണം. അപ്പൊ അതൊരു നിസ്സാര വസ്തുവെ അള്ളാഹു തആല എടുത്തു പറഞ്ഞത് എന്താ? എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഉടമസ്ഥത അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അതിനെ റബ്ബാക്കലായി. അത് അള്ളാഹുവിന് മാത്രമാണെന്ന് അംഗീകരിക്കണം. എല്ലാത്തിന്റെയും ഉടമസ്ഥത അള്ളാഹുവിന് മാത്രമാണെന്ന് അംഗീകരിക്കണം. അതാണ് അള്ളാഹു തആല അദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അള്ളാഹുവിനെ റബ്ബാക്ക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ, നിസ്സാരപ്പെട്ട വസ്തുവിന്റെ ഉടമസ്ഥത പോലും, എന്തെങ്കിലും ഒരു ഉടമസ്ഥത മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുത്താൽ അതിനെ ആ അർത്ഥത്തിൽ റബ്ബാക്കലായി. എങ്കിൽ പിന്നെ അതിനെ വിളിക്കൊന്നും വേണ്ട. പിന്നെ മാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തില്ലാ മുഖാം വദസ്തിയതൻ, അതിന് വേണ്ടി പോയി ശൂളയിട്ടാലും കൈകൊട്ടിയാൽ പോലും, നാട്ടിലൊക്കെ ഉണ്ടല്ലോ പൂരം കൊണ്ടുപോകുമ്പോ ശൂളയിട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? എന്നതുപോലെ ശൂളയിട്ടാൽ പോലും അത് അതിന് ചെയ്യുന്ന ഇബാദത്തായി മാറും. അത് വിളിച്ചു പ്രാർത്ഥിക്കൊന്നും വേണ്ട. പിന്നെ കാരണം എന്താ? അനുവദിച്ചു കൊടുത്തു, ഉടമസ്ഥത അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് അനുവദിക്കാൻ പാടില്ല. എന്നിട്ടാണ് പറയുന്നത്, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഈ ഒരു ആയത്ത് മാത്രം ഇങ്ങോട്ട് ഓതിയിട്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കിയ പോരാ, അപ്പുറത്ത് പറഞ്ഞത് കൂടി ചേർത്തി മനസ്സിലാക്കണം. അപ്പോഴാണ് അതിന്റെ യഥാർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, നിങ്ങളുടെ ഈ ശിർക്ക് അല്ലാഹു നിഷേധിക്കുമെന്ന് പറഞ്ഞാൽ എന്താ? അതെന്താ ശിർക്ക് എന്ന് പറയാൻ കാരണം? അള്ളാഹുവിന്റെ പൂർണ്ണമായ അധികാരം വകവെച്ചു കൊടുക്കാതെ ഏതെങ്കിലും ഒരു ഉടമസ്ഥത, അധികാരം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തപ്പോ അതിനെ റബ്ബാക്കലായി. പിന്നെ അതിനെ വിളിച്ചാലും ശരി, പിന്നെ വിളിച്ചില്ലെങ്കിലും ശരി, അതൊക്കെ ഇലാഹാണെന്ന് ആരോപിക്കലോടുകൂടി റബ്ബാണെന്ന് അംഗീകരിക്കലായി. അപ്പൊ ഒരു വസ്തുവെ ഒരാൾ ഇലാഹാണെന്ന് പറയുന്നുവെങ്കിൽ അത് റബ്ബാണെന്ന് അംഗീകരിക്കൽ അവിടെ വന്നിട്ടുണ്ട്. റുബൂബിയത്തിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഉലൂഹിയത്തിൽ മാത്രമേ സംശയമുള്ളൂ എന്ന് പറയുന്നത് വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതാണ് ഈ വിഭാഗത്തിന് ഇപ്പൊ ഇങ്ങനെ പരസ്പരം കടിച്ചു കീറിടുന്ന ഗതികേട് ഉണ്ടായതും. ഇത് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് തന്നെ, നാം നേരത്തെ പറഞ്ഞു, ത്വാഅത്താവട്ടെ അല്ലെങ്കിൽ മഹബ്ബത്താവട്ടെ, അനുസരണ അല്ലെങ്കിൽ വിനയം, ബഹുമാനം, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമാണ് സ്വന്തമായി അർഹതപ്പെട്ടത്. അതെ, സ്വന്തമായി അള്ളാഹുവിനുള്ളതാണ്. അതേ സ്ഥാനത്ത് നാം അള്ളാഹുവിന്റെ റസൂലിനെ ത്വാഅത്ത് ചെയ്യണം, റസൂലിനെ മഹബ്ബത്ത് ചെയ്യണം, അതുപോലെ തന്നെ വിനയം കാണിക്കണം, ബഹുമാനിക്കണം. അതുപോലെയുള്ള മാതാപിതാക്കളോട് വിനയം കാണിക്കാൻ, തദല്ലുല് എന്നാണ് ഇബാദത്തിനെ സംബന്ധിച്ച് പറയാം. അതേ സ്ഥാനത്ത് അല്ലാഹു തആല എന്ത് പറഞ്ഞു? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി, അവിടെയും ദുല്ല് തന്നെ പറഞ്ഞു. തദല്ലുലും തന്നെയാണ് ദുല്ല്. അപ്പോ ഈ തദല്ലുല് എന്ന് പറഞ്ഞ ദാദുൽ തന്നെ ഏതുവരെ ദുല്ലും വരെ, അല്ലെങ്കിൽ രണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത ലഫ്ലുകളല്ല. അപ്പോ ദുല്ല് എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. അത് മാതാപിതാക്കൾക്ക് വകവെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാത്ത, അള്ളാഹുവിന്റെ റസൂലാവട്ടെ, അതുപോലെ തന്നെ മാതാപിതാക്കളാവട്ടെ, പണ്ഡിതന്മാരാവട്ടെ, മഹാന്മാരാവട്ടെ, അതുപോലെയുള്ള മുതിർന്നവര് തുടങ്ങിയുള്ളവരോടൊക്കെ നാം വിനയം കാണിക്കണം, ബഹുമാനം കാണിക്കണം. ത്വാഅത്ത് ചെയ്യേണ്ടവരെ ത്വാഅത്ത് ചെയ്യണം, അതുപോലെ മഹബ്ബത്ത് ചെയ്യണം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അതുപോലെ തന്നെ അല്ലാഹു തആല എന്ത് പറഞ്ഞു? ഭരണാധികാരികളെയും മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമികൾ, മുജ്തഹിദുകളായ പണ്ഡിതന്മാരെ ത്വാഅത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഈ ത്വാഅത്തൊക്കെ എന്താണ്? അവർക്ക് സ്വന്തമായി അല്ല, അവർക്ക് സ്വന്തമായി അതിന് അർഹത ഉണ്ടായതുകൊണ്ടുമല്ല. പിന്നെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹു അവർക്ക് അനുവദിച്ചു കൊടുത്തു, ആ അനുവദിച്ചത് പ്രകാരം മാത്രമാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നാം മഹബ്ബത്ത് ചെയ്യുന്നതും ത്വാഅത്ത് ചെയ്യുന്നതും അല്ലെങ്കിൽ വിനയം കാണിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരോടല്ല. അവർക്ക് നൽകുന്ന ആ ത്വാഅത്തും ബഹുമാനവും വിനയവും ഒക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ആത്യന്തികമായി അതിന്റെ ഉടമസ്ഥൻ അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിന് നൽകുന്നതോ മറ്റാർക്കും വേണ്ടിയല്ല. മറ്റുള്ളവർക്ക് നൽകുന്നതൊക്കെയും അള്ളാഹുവിന് വേണ്ടിയാണ്. അതാണ് വ്യത്യാസം. ഇതുകൊണ്ടാണ് ഇബാദത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അഖ്സാഗായത്തിൽ ഖുളൂഇ വതദല്ലുലി, ഖുളൂഇ തദല്ലുൽ അതാണ് ഇബാദത്ത്. അതിന്റെ ഏറ്റവും അങ്ങേ അറ്റം അഖ്സാഗായത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
അതിനപ്പുറം മറ്റൊരു ലക്ഷ്യമില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് മഹബത്തുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് നമ്മൾ ത്വാഅത്ത് ചെയ്യുന്നുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരോട് ത്വാഅത്ത് ചെയ്യുന്നുണ്ട്, മുജ്തഹിദുകളായ ഇമാമികളെ നാം അനുസരിക്കുന്നുണ്ട്. ഇതെന്താ? അത് അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ റസൂലായതുകൊണ്ടാണ്. മാതാപിതാക്കൾക്ക് അള്ളാഹു അനുവദിച്ചത് പ്രകാരം മാത്രമാണ് ചെയ്യുന്നത്. അതൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണ്. അള്ളാഹുവിന് നൽകുന്നതോ അതിനപ്പുറം മറ്റൊരു ലക്ഷ്യമില്ല. അതാണ് അഖ്സ. മറ്റൊരു ലക്ഷ്യമില്ലാതാവുമ്പോ ഏതില്ല, പിന്നെ മറ്റു അഖ്സ ആയത്തിന്റെ അപ്പുറം കിടക്കുന്നില്ല. അതേ സ്ഥാനത്ത് മറ്റൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോഴോ ഇവിടെ അത് അഖ്സയായിട്ടില്ല. ഇതാണ് നാമും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഉടമസ്ഥത അനുവദിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ ചെയ്യുന്നത് എന്തും അവർക്കുള്ള അടിമപ്പെടലാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള അടിമപ്പെടലല്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ ഗൗരവമേറിയ വിഷയമാണെന്ന് നാം തിരിച്ചറിയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.